ഉണ്ണിയമ്മേ കുമ്പടി വന്നു. മന്ത്രി അടക്കം പറയുന്നതാണ് 26 ചിലവാനം ആശമാരിൽ കേവലം 500-600 പേര് എന്നുള്ളതാണല്ലോ ഈ വാദം. അത്രത്തോളം ദുർബലപ്പെട്ട, അത്രത്തോളം ന്യൂനപക്ഷത്തിന്റെ സമരമാണെങ്കിൽ എന്തിനാണെന്ന് CITU നേതാവ് വിരട്ടുന്നേ? ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. അങ്ങോട്ട് പോയിരുന്നവന് വിരട്ടേണ്ട കാര്യമില്ല, പേടിക്കേണ്ട കാര്യമില്ലല്ലോ. പോട്ടെ, അതോടെ നിൽക്കട്ടെ. റെജി ലൂക്കോസ്, അവിടെ രാഷ്ട്രീയം എന്തുമാവട്ടെ, രാഷ്ട്രീയ ആരോപണങ്ങൾ എന്തുമാവട്ടെ, കുറച്ച് സ്ത്രീകളാണ്, അതിൽ സംശയമില്ലേ? കുറച്ച് സ്ത്രീകൾ കിടക്കുന്ന ഒരു സമരത്തിന് അവരെ ഒന്ന് വിളിച്ച് 1000 രൂപ എങ്കിലും കൂട്ടിത്തരാം. ഇപ്പൊ ഇവർ പറയുന്നത് 21,000 പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഒരു 10,000 രൂപ കൂട്ടിയാൽ എത്ര രൂപയാണ് ആവുക? ഒരു വർഷം 94 കോടിയാണ് സർക്കാരിനുണ്ടെന്ന് അധിക ബാധ്യത. സർക്കാരിന്റെ ബജറ്റ് വെച്ച് നോക്കിയാൽ അത് ചെറിയ തുകയാണ്. റെജി ലൂക്കോസ്, അതുപോലും ചെയ്യുന്നില്ലെങ്കിൽ പ്രശ്നം കേന്ദ്ര ഫണ്ടിന്റേതല്ല, ഈ സർക്കാരിന്റെ അധികാരത്തിന്റെ അഹങ്കാരമാണ്. റെജി ലൂക്കോസ്, എന്തുകൊണ്ടാണ് ഹാഷ്മിക്ക് അത് ഡൽഹിയിലേക്ക് നോക്കിയും സുരേഷ് ഗോപിയുടെ മുഖത്ത് നോക്കിയും പറയാൻ നട്ടലില്ലാത്തത്? നിങ്ങൾ അവരോടല്ലേ പറയണ്ടേ? ഒരു മാറ്റവും ഇല്ലല്ലോ. എന്റെ ചോദ്യം എന്താണ് സാറേ? അവിടെ അവർ 44 ദിവസമായി ഇരിക്കുകയാണ്. പട്ടിണി സമരമാണ്, പാവങ്ങളാണ്, അടിസ്ഥാന വർഗമായ പാവം ഗതികെട്ട മനുഷ്യരാണ്. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരി, അവരെ ഒന്ന് വിളിച്ചൊരു 1000 രൂപ കൂട്ടിക്കൊടുക്കാമെന്ന് പറയാനും മാത്രം നമ്മുടെ ഖജനാവ് മുണ്ടക്കോലെടുത്ത് കിടക്കുകയാണെങ്കിൽ അത് തുറന്നു പറയണം. നമ്മൾ ദരിദ്ര സംസ്ഥാനമാണ്, അതുകൊണ്ടാണ് അത് തുറന്നു പറയണം. അപ്പൊ സമ്മതിക്കാം. അല്ല ഹാഷ്മി സാർ, ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയിരിക്കട്ടെ. അത് പറയാനായിട്ടാണല്ലോ ഞാനിപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. അവരോട് സഹതാപവും അനുഭൂതിയും ഇല്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇവിടെ അവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ശബ്ദിച്ചത്, അവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഓർഡർ നൽകിയത് ഇന്ത്യയിൽ 28 സംസ്ഥാനമുള്ള ഇന്ത്യയിൽ കേരളം മാത്രമാണ്. കേൾക്കാൻ നല്ല രസമുണ്ട്. ഒറ്റ ചോദ്യത്തിന് താങ്കൾ മറുപടി പറയണം. ഈ SOC എന്ന് പറയുന്ന സംഘടന എന്തുകൊണ്ടാണ് 1750 മാത്രം ഓർഡർ നൽകുന്ന UP സർക്കാരിന് സെക്രട്ടേറിയറ്റ് മുമ്പിൽ സമരം നടത്തുന്നില്ല? ഈ വേണ്ടാത്ത കാര്യങ്ങൾ പറയല്ലേ. ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളുടെ സെക്രട്ടേറിയറ്റ് മുമ്പിൽ സമരം നടത്തുന്നില്ല. അപ്പൊ അതിന്റെ പിന്നിൽ സ്പോൺസർഷിപ്പ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങൾ ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. ഹരിയാനയിൽ നടത്തുന്ന സംയുക്ത സമരത്തിൽ AITUC ഉണ്ട്, ഹരിയാനയിൽ നടന്ന സംയുക്ത സമരത്തിൽ CITU ഉണ്ട്, AITUC ഉണ്ട്, ആശമാല ട്രേഡ് യൂണിയൻ, SUC ട്രേഡ് യൂണിയൻ ഉണ്ട്. എന്താ ഉറക്കം വരുന്നു. മഹാരാഷ്ട്രയിൽ നടന്ന ഐക്യവേദിയിൽ ഇവരെല്ലാവരും ഉണ്ട്, ഗുജറാത്തിൽ നടന്ന ഐക്യവേദിയിൽ ഇവരെല്ലാവരും ഉണ്ട്, കർണാടകയിൽ ഇവരെല്ലാവരും ഉണ്ട്. കാര്യം അറിയാതെ പറയല്ലേ? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഞാനിവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നില്ല. സത്യാവസ്ഥ നിങ്ങൾ മറ്റു സംസ്ഥാനങ്ങളില്ലാത്ത സമരം കേരളത്തിൽ മാത്രമാണ് സമരം. ആരുടെ പണം വാങ്ങിയിട്ടാണെന്ന് ചോദ്യം പൊളിഞ്ഞേ, അത് സമ്മതിക്കാദ്യം. ചെറിയൊരു തലയിറക്കം. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തി? പറയാതെ തന്നെ കിട്ടിയല്ലോ. ഈ പറയുന്ന മഹാരാഷ്ട്രയിൽ, ഈ പറയുന്ന ഗുജറാത്തിൽ, ഈ പറയുന്ന കർണാടകയിൽ, ഈ പറയുന്ന ഒഡീഷയിൽ, ഈ പറയുന്ന യുപിയിലുണ്ടോ എന്ന് എനിക്കറിയില്ല, ഈ പറയുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഹരിയാനയിൽ CITU, AITUC, ആശാ വർക്കർമാർ ട്രേഡ് യൂണിയൻ, അല്ല SUC ട്രേഡ് യൂണിയൻ ഒക്കെ ഒരുമിച്ച് ഉന്നയിക്കുന്ന ആവശ്യത്തിനാണെന്ന് അറിയാവോ? 26,000 രൂപ ഉയർത്തണം. ആരോടാ ചോദിക്കുന്നത്? കേന്ദ്രത്തോടല്ല, സംസ്ഥാനത്തോട്. ഹാഷ്മി, അങ്ങ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ചപ്പെട്ടുകൊണ്ട് തന്നെ മറുപടി പറയണം. അവിടെയെല്ലാം ഓർഡററി വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞത് തന്നെ സമരം. കാരണം കേരളത്തിന്റെ അടുത്തെത്തുന്ന ഓർഡററി എവിടെയുണ്ടോ? കേരളം മാതൃകയാ. നിങ്ങൾക്കറിയാവോ, മധ്യപ്രദേശിൽ ഒരു സമരം നയിക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് കേരളത്തിൽ കൊടുക്കുന്ന 7,000 രൂപയിൽ ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞ് പ്ലാക്കാർഡ് പിടിച്ച് സമരം നടത്തി ആരാന്നറിയോ? ഇതിനുള്ള മറുപടി ഇപ്പൊ പറയണോ അല്ലെങ്കിൽ പോയി വന്നിട്ട് പറഞ്ഞാൽ മതിയോ? പക്ഷേ രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ഇവിടെ ആരുടെയൊക്കെ പിന്നാമ്പുറത്ത് നിന്ന് ഈ ഗവൺമെന്റ് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാന സർക്കാരിനോടൊപ്പം വർദ്ധിപ്പിക്കുന്നത് ആവശ്യപ്പെടാതെ കൊണ്ട് അതിനുള്ള തന്റെ ഇല്ലാതെ ഉത്തർപ്രദേശിൽ നടന്ന സമരത്തിലും SUC സമരങ്ങളും ഉണ്ട്. ആശാപാടോ എന്ന് പറയുന്ന ഈ പറയുന്ന സംയുക്ത സമരങ്ങളിലും SUC ഉണ്ടെന്നാണ് എന്റെ അറിവ്. അത് നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. ഹരിയാനയിൽ CITUവും ഇവർ ഒന്നിച്ച സമരം നടത്തുന്നേ. കർണാടകയിൽ ഇവർ ഒന്നിച്ച സമരം നടത്തിയേ. മധ്യപ്രദേശ് ഒന്നിച്ച സമരം നടത്തിയേ. മഹാരാഷ്ട്ര ഒന്നിച്ച സമരം നടത്തിയേ. സാറേ, അവിടെ ഉന്നയിക്കുന്ന ആവശ്യം എന്താ? 26,000 ഉയർത്തണം, 24,000 ഉയർത്തണം. അതേ ആവശ്യം കേരളത്തിൽ ഉന്നയിച്ച താങ്കൾ പറയും പണം വാങ്ങി നടത്തിയ സമരമാണെന്ന്. എന്ത് കഷ്ടമാണ് റെജി ലൂക്കോസ്. ഇത് റെജി ലൂക്കോസ് മാത്രം പറയുന്നതല്ല, ഇടതുപക്ഷം ഒന്നാകെ പറയുന്നത്. പണം വാങ്ങിയെന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ ഈ അന്നസത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. 6,000 രൂപ മാത്രമേ ഉള്ളൂ. കേരള സർക്കാരുടെ മാതൃക ഇന്ത്യയിൽ. അതുകൊണ്ടല്ലേ പ്ലാക്കാർഡ് പിടിച്ചോണ്ട് കേരള സർക്കാർ തരുന്ന ഓർഡററിയും പോലും നിങ്ങൾ എന്തുകൊണ്ട് തരാമെന്ന് ചോദിച്ചോണ്ട് ഈ രാജ്യവ്യാപകമായിട്ട് ഒരു സമരം നടത്തുന്നത്. കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. CITUവിന്റെ നേതൃത്വത്തിൽ
ഇന്ത്യൻ പാർലമെന്റിലേക്ക് തന്നെ മാർച്ച് നടത്തി പലതവണ CITUവിന്റെ നേതൃത്വത്തിൽ. അതിലിവരില്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കേരളത്തിൽ മാത്രം ഈ ഇന്ത്യൻ പാർലമെന്റിലേക്ക് നടത്തിയ സമരത്തിൽ SUCI ഉണ്ടോ? ബുദ്ധനാണ് സത്യം. ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. അതാണ് ഇവർ ഇന്ത്യൻ ചെയ്യേണ്ടത്. പാർലമെന്റിലേക്ക് നടത്തിയ സമരത്തിൽ CITUവിനൊപ്പം AITUCക്കൊപ്പം SUCയുടെ AITUC ഉണ്ടോ? സാറേ ഉണ്ടായിരിക്കാം, ഞാനത് നിഷേധിക്കുന്നില്ല, അവരുണ്ടായിരിക്കാം. അപ്പൊ അവിടെ ഇതേ ആവശ്യം ഉന്നയിച്ച് തോളോട് തോൾ സമരം നടത്താം. സമരം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഉത്തർപ്രദേശ് പോലെ? റജി ലൂക്കോസ് ഇതൊരു നടക്ക് പോണ മാതിരില്ല. അവിടെ തോളോട് തോൾ ചേർന്ന് സമരം നടത്താം. ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലൊക്കെ തോളോട് തോൾ ചേർന്ന് സമരം നടത്താം. അതേ ആവശ്യം കേരളത്തിൽ ഉന്നയിച്ചാൽ രാജ്യദ്രോഹം, അങ്ങനെയാണോ? കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല. സാറേ അവിടെയൊക്കെ സമരം നടത്തുന്നത് കേന്ദ്ര സർക്കാരിന് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയില്ല, ഓർഡററി വർദ്ധിപ്പിക്കാനല്ല. അത് സംസ്ഥാന സർക്കാരാണ് കൊടുക്കുന്നത്. റജി ലൂക്കോസെ അവിടെയൊക്കെ സമരം സംസ്ഥാന സർക്കാരിനെതിരെയാണ്. ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പിന്നെ പെട്ടു ആവശ്യപ്പെട്ടുകൊണ്ട് സമരം റജി നടത്തിക്കൊണ്ടിരിക്കുക. ലൂക്കോസെ അവിടെയൊക്കെ സമരം സംസ്ഥാന സർക്കാരിനെതിരെയാ. അത് ഞാൻ അംഗീകരിച്ചു. ഞാൻ ഈ ചർച്ച പറഞ്ഞല്ലോ. ഹരിയാന മാത്രമല്ല, മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിൽ സമരം നടത്തുന്നത് സംസ്ഥാന സർക്കാരിനെതിരെയാ. എന്തുകൊണ്ടാ? അവിടെ മാക്സിമം കൊടുക്കുന്നത് പിന്നെ ഗുജറാത്തിൽ 3500 രൂപയാ. അത് സംസ്ഥാന സർക്കാരിനെതിരെയാണോ സമരം? ഞങ്ങൾക്ക് തരണ്ടെന്ന് ചോദിച്ചുകൊണ്ട് സമരം നടത്തുന്നുണ്ട്. വളരെ ഉന്നയിക്കുന്ന amount 26,000, 25,000, 24,000 ഇന്ത്യ സംസ്ഥാനങ്ങളിൽ. റജി ലൂക്കോസ് അതേ ആവശ്യം ഇവിടെ ഉന്നയിക്കുമ്പോൾ എങ്ങനെയാണ് ഇവരുടെ സമരം എന്താണ് വിദ്രോഹ സമരമായി മാറുന്നത്, മഴവിൽ സമരമായി മാറുന്നത്? അത് ഉത്തരം പറ. അത് എന്റെ ചോദ്യം അതല്ല. കേന്ദ്രം ഭരിക്കുന്നത് BJPയും കേരളം ഭരിക്കുന്നത് CPM എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ CPM എന്ന ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലേ? ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. പാവങ്ങളല്ലേ, അവരെ വിളിക്കണ്ടേ? വിളിച്ച് 10,000 രൂപ തരാം എന്ന് പറയാനുള്ള ഹിൻഡ്രൻസ് എന്താണ് റജി ലൂക്കോസ്? ചോദിക്കേ വളരെ വ്യക്തമായ മറുപടി ഉണ്ട്. അവരെ 2 തവണ അവരോട് ചർച്ച നടത്തി. എന്തായിരുന്നു ചർച്ചയെ പറഞ്ഞത്? എന്താണ് ചർച്ചയെ പറഞ്ഞത്? ഒരു ചർച്ചയില്ല. ഒരു ചർച്ചയിൽ അവരോട് പറഞ്ഞ എന്താണെന്ന് അറിയോ? അവരോട് പറഞ്ഞത് ഒരു ചുക്കും കൂട്ടാൻ പറ്റത്തില്ല, എഴുതി പൊക്കോളാൻ, അങ്ങനെ പറഞ്ഞത്. അങ്ങനെയാണോ ഒരു ചർച്ച റജി ലൂക്കോസ്? ആഷ്മിക്ക് ചർച്ചയിൽ സ്കോർ ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? ഈ ചർച്ച നിർഭാഗ്യവശാൽ ആഷ്മിയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയാം, സ്കോർ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ വളരെ വ്യക്തമായിട്ട് ഒരു സെന്റൻസ് പറയാൻ അനുവദിക്കേ. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. മന്ത്രി വീണ ജോർജിനെ വ്യക്തിഹത്യ നടത്തുവാനാണ് ശ്രമിച്ചത്. മന്ത്രിയുടെ വീട്ടിലേക്ക് ഭർത്താവ് 2 തവണ ചർച്ച നടത്തി. 2 തവണ ചർച്ചയിലും സംസ്ഥാനത്തെ നിലപാടെന്താ? 5 പൈസ കൂട്ടിക്കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. 5 പൈസ കൂട്ടിക്കൊടുക്കാൻ പറ്റില്ല. ബാക്കി എല്ലാം കഴിഞ്ഞ ആശമാർ എഴുന്നേറ്റ് പോകണം. ഒരൊറ്റ ആവശ്യം അങ്ങോട്ട് അടിച്ചേൽപ്പിക്കുക. അങ്ങനെ പോകാൻ പറ്റുമോ? ഒരു ചർച്ച തന്നെ എന്താ? താങ്കൾ ഈ പറയുന്ന വ്യവസ്ഥ പ്രകാരം ഒരു ലേബർ ചർച്ച നടക്കേണ്ടത് എങ്ങനെയാ? താങ്കൾക്ക് അറിയാത്തതാണോ അത്? ലാസ്റ്റ് റോസമ്മ എന്ന് പറയുന്ന ചേച്ചി ചോദിച്ചു എത്ര രൂപ തരാൻ പറ്റും. ഉടനെ മന്ത്രി പറഞ്ഞ വിലപേശാന്നാ ചോദിച്ചു. പറഞ്ഞു അങ്ങനെയാണോ പറയണ്ടേ? ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്. അപ്പോൾ പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവരുടെ യഥാർത്ഥ ആവശ്യങ്ങൾ ഉന്നയിക്കാണ്ട് കേരള സർക്കാരിന് വേണ്ടി മാത്രം ഇവര് വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. സംസ്ഥാനത്ത് ഈ PSCക്കാർക്ക് കൊടുക്കാൻ പണമുള്ള സർക്കാർ ഇപ്പോഴും എന്തിനാണെന്ന് അറിയാത്തൊരു നവകേരള യാത്ര നടക്കാൻ പണമുള്ള സർക്കാർ എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കും. ബാക്കി എല്ലാ കാര്യത്തിനും ഇഷ്ടം പോലെ പണമുള്ളൊരു സർക്കാർ ഇവർക്കൊരു 10,000 രൂപ തരാം എന്ന് പറയാൻ നാവ് വഴങ്ങാത്തത് എന്താണ് റജി ലൂക്കോസ്? ആഷ്മി അതിനുള്ള മറുപടി വളരെ വ്യക്തം. താങ്കളെല്ലാം കൊണ്ട് പറയിപ്പിച്ചാൽ ഉപകാരമായിരിക്കും. PSC അംഗങ്ങളുടെ ശമ്പളം കൂട്ടുന്നത് കേരള സർക്കാരിന് അധികാരത്തിൽപ്പെടുത്തിപ്പെട്ടല്ല. അത് എന്നേക്കാരും വളരെ വ്യക്തമായിട്ട് ആഷ്മിക്ക് അറിയാം. എന്നിട്ട് അത് UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ മാനദണ്ഡം അനുസരിച്ചാണ് കൊടുക്കേണ്ടത്. അതിന് BJP ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും അത് കൊടുത്തേ മതിയാവൂ. കോടതിയിൽ പോയാൽ അവർക്ക് അനുകൂലമായിട്ട് നിലപാട് സ്വീകരിച്ചു. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. എന്നിട്ട് 4 വർഷം ഈ കേരള സർക്കാർ അത് വൈകിപ്പിച്ചു. അത് നിങ്ങൾ മനസ്സിലാക്കുക. കമ്മീഷൻ കൊടുക്കാൻ പണമുണ്ടോ സർക്കാരിന്റെ കയ്യിൽ? പറഞ്ഞിട്ടില്ല. എത്രയോ ലക്ഷങ്ങൾ ബാക്കി എല്ലാ ആനുകൂല്യം ആ കുടുംബത്തിന് മാത്രം ആശുപത്രി ചെലവ് എല്ലാ ചെലവുള്ള അവർക്ക് വാരിക്കോരി ലക്ഷങ്ങൾ കൊടുത്തോ? പിന്നെയും എന്റെ ചോദ്യം 7,000 രൂപ എന്നുള്ളത് മിനിമം 3,000 രൂപ 10 രൂപ തരാം എന്ന് പറഞ്ഞ് സർക്കാരിന് മുന്നിലുള്ള പ്രശ്നം എന്താണ്? പണമില്ലാത്തതാണോ റജി ലൂക്കോസ്? എന്തായാലും കലക്കിട നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. നമ്മൾ ഈ സംസാരിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളോടാ, അത്യാവശ്യം വിവരമുള്ള ജനങ്ങളാണ് കേരളത്തിലുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം,
കേരള റെജി സർക്കാർ എന്ന് പറയുന്ന ഒരു ലൂക്കോസ് സ്വതന്ത്ര രാജ്യമല്ല, അത് കേന്ദ്ര സർക്കാരിന്റെ അണ്ടറിലുള്ള, അത് കേട്ടോ, കേന്ദ്ര സർക്കാരിന്റെ അണ്ടറിലുള്ള ഒരു സംസ്ഥാന പിന്നെ PSC അംഗങ്ങളുടെ സാലറി എന്ന് പറയുന്നത് വാസ്തവം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലും അത് അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു സർക്കാർ കേരളമാണ്. മുൻകാല പ്രാബല്യത്തോടെ 2016 മുതൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ധനകാര്യമന്ത്രി അവർക്ക് ജനുവരി മുതൽ 10,000 രൂപ ഓർഡറിന് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ന്യായമാണോ അല്ലേ? തെറി വിളിച്ച് തൊണ്ടാടുമ്പോ അവര് വിക്സ് വാങ്ങാൻ പോയിക്കോളും. അപ്പൊ നമുക്ക് മുങ്ങാം. റെജി ലൂക്കോസ് 10,000 രൂപ ഓർഡറിന് വർദ്ധിപ്പിക്കുന്ന ആവശ്യം ന്യായമാണോ അല്ലേ? 10,000 അല്ല, അവർക്ക് സാറേ അവർക്ക് 10,000 അല്ല, അവർക്ക് ഒരു 25,000 മുകളിലേക്ക് സാലറി കൊടുക്കാനായിട്ട് കൊടുക്കണമെന്നുള്ളവരാണ്. റെജി ലൂക്കോസ് ഇവൻ നമ്മൾ നാളെ എടുത്തോണ കേട്ടാ. 10,000 രൂപ സംസ്ഥാനം കൊടുക്കുന്ന ഓർഡറിന് 7,000 നിന്ന് 10,000 ആക്കണമെന്ന ആവശ്യം ന്യായമാണോ അല്ലേ? റെജി ലൂക്കോസ് 7,000 നിന്ന് 10,000 ആക്കണമെന്ന അവരുടെ ആവശ്യം ന്യായമാണോ അല്ലയോ? നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. 7,000 നിന്ന് 10,000 ആക്കി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഇളമരംകരിയുമാണ്. ഇവർക്ക് വേണ്ടി സംസാരിക്കൂ. 7,000 അല്ല 10,000 ആക്കി കൊടുക്കണമെന്ന് സംസ്ഥാന നിയമസഭയിൽ സഭയിൽ ആവശ്യപ്പെട്ട ഇളമരംകരി MLA ആണ്, അന്ന് MLA ആയിരുന്ന ആൾ. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് ഇപ്പൊ ആ ആവശ്യം CPM-നുണ്ടോ? റെജി ലൂക്കോസ് ആ അനുഭാവം അവർക്കുണ്ടോ? അത് കൊടുക്കണമെന്ന ആവശ്യം റെജി ലൂക്കോസ് മുന്നോട്ട് വെക്കുവോ? നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്നേ. 7,000 നിന്ന് 10,000 ആക്കാൻ ഈ സംസ്ഥാന സർക്കാർ മുന്നിലുള്ള ഹിൻഡ്രൻസ് എന്താണ്? പണമില്ലാത്തതാണോ? ആണെങ്കിൽ അത് പറ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.